നമസ്കാരം. പ്രധാന വാർത്തകൾ. വിമാനത്താവളത്തിൽ അനാക്കോണ്ടകളുമായി യാത്രക്കാരൻ. കസ്റ്റംസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. ബംഗളൂരുവിലെ കമ്പഗുഡ രാജ്യാന്തര വിമാനത്താവളത്തിൽ അനാക്കോണ്ടകളെ കടത്താൻ ശ്രമിച്ച യാത്രക്കാരനെ അറസ്റ്റ് ചെയ്തു. 10 മഞ്ഞ അനാക്കോണ്ടകളെയാണ് ഇയാളുടെ ലഗേജിൽ നിന്നും കണ്ടെത്തിയത്. പരിശോധനയ്ക്കിടെയാണ് സംഭവം. അതേസമയം ഇയാളുടെ പേര് വിവരങ്ങൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിട്ടില്ല. ബാങ്കോക്കിൽ നിന്ന് എത്തിയ യാത്രക്കാരനെയാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത്. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്ന് ബംഗളൂരു കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. അതേസമയം യാത്രക്കാരനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ അന്വേഷണം നടന്നുവരികയാണെന്നും വന്യജീവി കടത്ത് അനുവദിക്കില്ലെന്നും കസ്റ്റംസ് വകുപ്പ് പ്രതികരിച്ചു. കഴിഞ്ഞ വർഷം കങ്കാരു കുഞ്ഞുമായി ബാങ്കോക്കിൽ നിന്നെത്തിയ ഒരു യാത്രക്കാരനെ അറസ്റ്റ് ചെയ്തിരുന്നു. കങ്കാരുവിന്റെ കുഞ്ഞുൾപ്പെടെ 234 വന്യമൃഗങ്ങളെ ബംഗളൂരു വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയിരുന്നു. പ്ലാസ്റ്റിക് പെട്ടിയിലായിരുന്ന കങ്കാരു ശ്വാസം മുട്ടി ചത്തിരുന്നു. കസ്റ്റംസ് വകുപ്പിന്റെ രഹസ്യവിവരം ലഭിച്ചതോടെ ഇയാളുടെ ലഗേജുകൾ പരിശോധിച്ചപ്പോൾ ട്രോളി ബാഗിൽ ഒളിപ്പിച്ച നിലയിൽ പെരുമ്പാമ്പ്, ഓന്ത്, ഉറുമ്പുകൾ, ആമകൾ, ചീങ്കണ്ണികൾ എന്നിവയും കണ്ടെത്തുകയായിരുന്നു. വോട്ട് ചെയ്യാൻ പ്രവാസികൾ നാട്ടിലേക്ക്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വോട്ടിനായി നാട്ടിലെത്തുന്ന പ്രവാസികളും ഗൾഫ് രാജ്യങ്ങളുടെ പ്രചാരണ യോഗങ്ങളും സജീവമാകുന്നു. യാത്രയയപ്പ് യോഗങ്ങളും സജീവമാണ്. UAE-യിൽ നിന്ന് UDF പ്രവർത്തകർ ഏർപ്പാടാക്കിയ 3ാമത്തെ വോട്ട് വിമാനം വ്യാഴാഴ്ച പുറപ്പെടും. തെരഞ്ഞെടുപ്പ് ആവേശം ഗൾഫിലും കൂട്ടുന്നതിൽ മുന്നിൽ വടകരയാണ്. UAE-യിലെ വടകര മണ്ഡലം കോർഡിനേഷൻ കമ്മിറ്റിയും ദുബായ്, കോഴിക്കോട് ജില്ലാ KMCC-യുടെയും നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ 2ാമത്തെ വിമാനത്തിൽ പോകുന്നവർക്ക് ഷാർജയിൽ വെച്ച് യാത്രയയപ്പ് നൽകി. UAE-യിലെ കാലാവസ്ഥാ വെല്ലുവിളി നേരിടാനുള്ള റിലീഫ് പ്രവർത്തനങ്ങൾക്കുള്ള നേതാക്കളും വോളണ്ടിയർമാരും UAE-യിൽ തന്നെ തുടരും. മറ്റുള്ളവർ 3ാമത്തെ വോട്ട് വിമാനത്തിൽ 25-ന് നാട്ടിലേക്ക് പുറപ്പെടും. ഓൺലൈൻ പ്രചാരണ പ്രവർത്തനങ്ങളും സജീവമാണ്. ഇരുട്ടി വെളുക്കുന്നതിനിടെ 80 തവണ വിറങ്ങലിച്ച് തായ്വാൻ. തുടർച്ചയായുണ്ടായ ഭൂചലനങ്ങളിൽ വിറങ്ങലിച്ച് തായ്വാൻ. മണിക്കൂറുകൾക്കുള്ളിൽ 80-ലധികം തവണയാണ് ഭൂചലനമുണ്ടായത്. 6.3 തീവ്രത രേഖപ്പെടുത്തിയതായിരുന്നു ഏറ്റവും ശക്തിയേറിയ ഭൂചലനം. തായ്വാൻ നഗരമായ തായ്പേയിൽ നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകളുണ്ടായി. തിങ്കളാഴ്ച വൈകിട്ട് മുതൽ ചൊവ്വാഴ്ച പുലർച്ചെ വരെയുള്ള സമയത്താണ് 80-ലധികം ഭൂചലനങ്ങൾ ഉണ്ടായത്. തിങ്കളാഴ്ച വൈകിട്ട് 9 മിനിറ്റിനിടെ മാത്രം 5 തവണയാണ് ഭൂചലനമുണ്ടായത്. സംഭവത്തിൽ ആളപായങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഈ മാസം ആദ്യം തായ്വാനിലുണ്ടായ ഭൂചലനത്തിൽ 14 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 7.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അന്നുണ്ടായത്. ഇതിനുശേഷവും 100-ലേറെ തവണ തായ്വാനിൽ ഭൂചലനങ്ങളുണ്ടായിരുന്നു. സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുത്തനെ കുറഞ്ഞു. ഇന്ന് ഒറ്റയടിക്ക് 1120 രൂപയുടെ ഇടിവാണുണ്ടായത്. ഇതോടെ സ്വർണ്ണവില 52,000-ലേക്ക് എത്തി. 12 ദിവസങ്ങൾക്ക് ശേഷമാണ് സ്വർണ്ണവില ഇത്രയും താഴുന്നത്. ഏപ്രിൽ 20 മുതൽ 1,600 രൂപ കുറഞ്ഞിട്ടുണ്ട്. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില 52,920 രൂപയാണ്. 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 6,615 രൂപയാണ്. 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 5,535 രൂപയാണ്. വെള്ളിയുടെ വിലയും കുറഞ്ഞു. 2 രൂപ കുറഞ്ഞ് 1 ഗ്രാം സാധാരണ വെള്ളിയുടെ വില 87 രൂപയായി. ഹോൾമാർക്ക് വെള്ളിയുടെ വില 103 രൂപയാണ്. മുളകുപൊടി എറിഞ്ഞ് വധുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. വിവാഹ സൽക്കാരത്തിനിടയിൽ നിന്ന് വധുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. ആന്ധ്രാപ്രദേശിലെ കിഴക്കൻ ഗോദാവരിയിലാണ് സംഭവം. പെൺകുട്ടിയുടെ അമ്മയും സഹോദരനും അടക്കമുള്ള ബന്ധുക്കളാണ് യുവതിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പെൺകുട്ടിയെ ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നതും ഇവർ ഉച്ചത്തിൽ കരയുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം. തിങ്കളാഴ്ചയായിരുന്നു സംഭവം. വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയവർ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോകുന്നത് തടയാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ്. തുടർന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കളിൽ ഒരാൾ മറ്റുള്ളവർക്ക് നേരെ മുളകുപൊടി എറിയുകയായിരുന്നു. നരസവറാപ്പേട്ടിലെ വെറ്റിനറി സയൻസ് കോളേജിൽ പഠിക്കുന്നതിനിടെയാണ് സ്നേഹയും ബാട്ടിന വെങ്കടനന്ദുവും പ്രണയത്തിലാകുന്നത്. ഏപ്രിൽ 13-ന് ക്ഷേത്രത്തിൽ വെച്ച് ഇരുവരും വിവാഹിതരായി. തുടർന്ന് വെങ്കിട്ടനന്ദുവിന്റെ വീട്ടുകാർ ബന്ധുക്കളെ വിളിച്ച് വിവാഹ സൽക്കാരം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. വിവരം സ്നേഹയുടെ വീട്ടുകാരെ അറിയിക്കുകയും ചെയ്തു. ചടങ്ങിനുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുന്നതിനിടെയാണ് സ്നേഹയുടെ വീട്ടുകാർ ഇവിടെ എത്തിയത്. സ്നേഹയുടെ അമ്മ പത്മാവതി, ബന്ധുക്കളായ ചരൺകുമാർ, ചന്തു, നക്കാഭാരത് തുടങ്ങിയവരാണ് എത്തിയത്. വരനും ബന്ധുക്കളും ചേർന്ന് ഇവരുടെ ശ്രമം തടയുകയായിരുന്നു. ഇതിനിടെ വരന്റെ ഒരു ബന്ധുവിന് ഗുരുതരമായി പരിക്കേറ്റതായി പരാതിയുണ്ട്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വരന്റെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്.